ചേന്നമംഗലം കൂട്ടക്കൊലപാതക കേസിലെ പ്രതി ഋതു ജയന്റെ വീട് നാട്ടുകാർ തല്ലി തകർത്തു എന്ന വാർത്ത അല്പസമയം മുൻപാണ് പുറത്തുവന്നത്. പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരെ മാറ്റി. സ്ഥലത്ത് പോലീസിന്റെ കനത്ത സുരക്ഷ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. YS അഭിനന്ദ് കൊച്ചിയിൽ നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. നാടിനെ നടുക്കിയ കൊലപാതകമാണ് ചേന്നമംഗലത്തുണ്ടായത്. ഇപ്പോൾ അതിലെ പ്രതി ഈ ഋതു ജയന്റെ വീട് നാട്ടുകാർ തല്ലി തകർത്തു എന്ന വാർത്ത വരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? പ്രജി, ഇന്ന് വൈകിട്ടോടുകൂടിയാണ് നാട്ടുകാർ വലിയ രീതിയിൽ തന്നെ ഋതു ജയന്റെ വീട് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അവിടെ നമുക്ക് ദൃശ്യങ്ങൾ ാണ് അവിടുത്തെ സാമഗ്രികളെല്ലാം തന്നെ അടിച്ച് തകർക്കുന്ന സാഹചര്യം ഉണ്ട്. ഇതിനോടകം തന്നെ തെളിവെടുപ്പിനുൾപ്പെടെ ഋതുവിനെ അവിടെ എത്തിക്കുമെന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു പ്രതിഷേധ സൂചകമായ സ്വരം ഈ പറവൂരിലെ ചേന്നമംഗലം നിവാസികളുടെ ഭാഗത്തുമുണ്ടായിരുന്നു. ഒപ്പം തന്നെ അവിടെ എത്തിച്ചപ്പോഴും ഈ മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിലും ഒപ്പം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴും വലിയൊരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതിന്റെ ബാക്കി പത്രമാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി നാട്ടുകാർ അവിടേക്ക് എത്തുന്നു. വലിയ രീതിയിലുള്ള അടിച്ചു തകർക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് എത്രത്തോളം വലിയ രീതിയിൽ തന്നെയാണ് ആ നാട്ടുകാർ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഉടൻ തന്നെ പറവൂർ പോലീസ് സ്ഥലത്തെത്തി തന്നെ നാട്ടുകാരെ എല്ലാം ശാന്തമാക്കി ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. നിലവിലെ സ്ഥിതി ശാന്തമാണെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രതി ഋതു ജയന്റെ പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടുള്ള കസ്റ്റഡി അപേക്ഷ നാളെയാണ് പറവൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നതിന് ശേഷമായിരിക്കും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുക. തെളിവെടുപ്പിനായി ഇവിടെ എത്തുമെന്ന് ഒരു സൂചന പോലീസ് നൽകിയിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ നേരത്തെയും സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും പറവൂർ പോലീസ് സ്ഥലത്തെത്തി കർശനമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നാട്ടുകാരെ അവിടെ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 7 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് മരണം ഉണ്ടായ സമയം തൊട്ട് ഉണ്ടായത്. നാടിനെ നടുക്കിയ ഒരു കൊലപാതകം തന്നെയായിരുന്നു ഉണ്ടായത്. ആ നാടിനെ നടുക്കിയ കൊലപാതകത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം അങ്ങനെ തുടരുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഋതു ജയന്റെ വീട് തല്ലി തകർക്കുന്ന സാഹചര്യം ഉണ്ടായത്. പ്രജിത്ത്, ശരി. YS അഭിനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്. ചേന്നമംഗലം കൂട്ടക്കൊലപാതകത്തിലെ പ്രതി ഋതു ജയന്റെ വീടാണ് ഇപ്പോൾ നാട്ടുകാർ രോഷത്തോടെ അടിച്ചു തകർത്തത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്.